നിങ്ങൾ കൃതാർത്ഥനായല്ലോ, തൃപ്തനായല്ലോ ചോദ്യം ചോദിച്ചിട്ട്. നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിനെങ്കിലും കള്ളമാണെന്ന് താങ്കൾക്ക് പറയാൻ പറ്റും. സ്വരഗതി ഇവിടെ പറഞ്ഞത് ഇന്ന് ഇവിടെ പറഞ്ഞത് കള്ളമാണെന്ന് താങ്കൾക്ക് ചോദിക്കാൻ എന്തൊരു കഷ്ടമായത്. സിയോനൊന്ന് ഇടപെടെ അങ്ങനെ ചുമ്മാ ശരിയല്ല. അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചു, അത് കള്ളമാണെന്ന് താങ്കളാണ് തെളിയിക്കേണ്ടത്. ടോംസി അദ്ദേഹം പറഞ്ഞോണ്ടിരിക്കല്ലേ, ഒരു സെക്കൻഡ്. എം കെ സ്വരാഗതി പറഞ്ഞത് കള്ളമാണെന്ന് താങ്കൾ ഇവിടെ തെളിയിക്കുക. എന്തൊരു കഷ്ടമാണത്. അദ്ദേഹം കളവാണ് എന്താണ് ടോംസി സെയിം സാധനം റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കാതെ. ഓക്കെ, ഞാന് ഇത്രേ ചോദിക്കുന്നുള്ളൂ. നിങ്ങളെല്ലാം പണ്ഡിതന്മാരും എല്ലാം കാര്യങ്ങൾ അറിഞ്ഞവരല്ലേ. ഞാന് സാധാരണ നിലയ്ക്ക് ഞാൻ വായിക്കുന്ന ഈ പുസ്തകത്തിലെ ബൈബിളിനകത്ത് മനുഷ്യന്റെ ഉൽപ്പത്തി, തുടക്കം, അത് ദൈവം തന്നെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു, മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ആ വ്യക്തിയിലൂടെയാണ് എല്ലാ മനുഷ്യ ജാതി എന്നാണ് എനിക്ക് ദൈവം പിന്നെ തന്റെ പ്രേരണയാൽ തന്റെ ഭക്തന്മാർ മനുഷ്യർ മുഖാന്തരം എഴുതി തന്ന പുസ്തകത്ത് ഞാൻ വായിച്ചിട്ട് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അതിനു മുൻപ് ഇതേ പുസ്തകം ഉപയോഗിച്ചുകൊണ്ട്, വാക്യം ഉപയോഗിച്ചുകൊണ്ട് ഫിലോസഫി അടിക്കാതെ ഈ മറ്റേ എക്സ്പ്ലേഷനുകളോ കാര്യങ്ങളോ ഒന്നും പറയാതെ പറയണം, തെളിവ് തരണം. ഈ ആദാം ഹവ്വയ്ക്ക് മുൻപ് മനുഷ്യർ ഉണ്ടായിരുന്നു. അത് ഏത് അധ്യായത്തിൽ പോയി ഒരു ഭാര്യയെ സ്വീകരിച്ചു, ആ ഭാര്യ ആരാണെന്ന് എം കെ എന്ത് വൃത്തികെട്ടവനാണ് ഇവൻ. ഇതൊരു കഷ്ടമായി. നമ്മള് സത്യസന്ധമാകുമ്പോൾ അതൊരു മാന്യമായിട്ട് സംസാരിക്കുന്നത്. അതെന്താ ഇയാൾക്ക് അത് പറയുമ്പോ ഇയാൾക്ക് എന്താ നമുക്ക് ഉരുപൊട്ടുന്നത്? ഉൽപ്പത്തിയിലുള്ള കാര്യം തന്നെയല്ലേ ടോംസിയും ചോദിക്കുന്നത്. കയ്യിന് ഹാബേലിനെ കൊന്നു കയ്യിൻ. എന്റെ സാരെ, ഞാൻ എന്റെ വർത്താനം തീർന്നിട്ടില്ലല്ലോ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചലക്കുന്നേ? ഞാൻ പറയാം നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടക്കുന്നത്? ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ സാർ. ഒന്നും അവസാനിച്ചിട്ടില്ല. അതിന് മുൻപ് തന്നെ ഈ ടോംസ് ഇടപെട്ടത്. അതായത് ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, അതായത് ആദാം മനുഷ്യ സൃഷ്ടിക്ക് ശേഷമാണ് ആദാം ഹവ്വയെ പരിഗ്രഹിച്ചു, കായീനെ പ്രസവിച്ചു എന്ന് വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. ഈ പ്രസവിച്ചതിന് ശേഷമുള്ള കാര്യമല്ല ഇവിടെ ചർച്ച വഴി മാറ്റിക്കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ തള്ളുകളൊന്നും ഇവിടെ തള്ളണ്ട. പറയുന്ന വിഷയത്തിൽ ഉറച്ചു നിൽക്കുക. ആദാം ഹവ്വയുടെ സൃഷ്ടിക്ക് മുൻപ് മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. ഇതിനുള്ള തെളിവ് ആർജവം ഉണ്ടെങ്കിൽ തെളിവിന് വാ, അല്ല എങ്കിൽ ഒരു ചർച്ചയ്ക്ക് വാ, അല്ലാതെ ഇവിടെ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു, ഏദനിൽ ആദം എന്ന് പറയുന്ന ഒന്ന് ഫസ്റ്റ് മാൻ, മനുഷ്യന്റെ ദൈവത്തിന്റെ കവനന്റ് കൊടുക്കാൻ വേണ്ടി, ഉടമ്പടി കൊടുക്കാൻ വേണ്ടി ആദ്യം സമൂഹത്തിൽ നിന്ന് ഒരു മനുഷ്യനെ തെരഞ്ഞെടുത്തു എന്ന് വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. കാരണം പുറത്ത് നിങ്ങൾ ഏതെല്ലാം പാമ്പെന്നൊക്കെ പറയുന്നത്, നിങ്ങൾ പറയുന്നത് സർപ്പമാണ്, അന്ന് നടക്കുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. സർപ്പം എന്നും ഈ സർപ്പമാണെങ്കിൽ നിങ്ങൾ ഏത് സർപ്പമാണ് പൊടി തന്നെ ജീവിക്കുന്നത്? ഈ ബൈബിളിലെ കഥ നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ പൊടി തന്നെ ജീവിക്കുന്ന ഏത് സർപ്പത്തിന്റെ പേര് പറയണോ? ഈ പിന്നെ സർപ്പം, നടക്കുന്ന സർപ്പത്തിന്റെ പേര് പറയണോ? ഇതൊന്നുമില്ലാതെ ഈ ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത് ഒന്നാമത്തെ പ്രാകൃതം, രണ്ടാമത്തെ ആത്മീയം. പ്രാകൃതത്തിൽ നിന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ 6000 വർഷത്തെ പഴക്കമേ ഉള്ളൂ ഇന്ന് പറയുന്ന ഭൂമിക്ക് എന്ന് നിങ്ങൾ തെളിയിക്കണം. ഇന്ന് ഭൂമി ശാസ്ത്ര തെളിവനുസരിച്ച് 13 ദശലക്ഷം വർഷം പഴക്കമുണ്ടെന്ന് കൃത്യമായിട്ട് ശാസ്ത്രം പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഈ യുക്തിവാദികളുടെ മുമ്പിലും നിരീശ്വരവാദിന്റെ മുമ്പിലും നിങ്ങൾ ചമ്മിപ്പോവുകയാണ്. അവർക്ക് മറുപടി കൊടുക്കാനില്ല. കയ്യിന് എവിടുന്ന് പെണ്ണിനെ എടുത്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മറുപടി പറയില്ല. പെങ്ങളെ കെട്ടിന്നാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. ഇവിടെ പല ഉപദേശിമാരും വന്ന് പറഞ്ഞത് പെങ്ങളെ കെട്ടി. ഈ പെങ്ങളെ കെട്ടി തിയറി ഞാൻ എടുക്കുന്നില്ല.
ഈ പെങ്ങളെക്കെട്ട് തിയറി ഇയാടെ മനോഭാവത്തിലല്ല. ഇവിടെ എന്തിനു പറയുന്നു, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ചർച്ച ഇട്ടപ്പോൾ ഈ കാര്യം അഭിലാഷ് പാസ്റ്റർ പെങ്ങളെക്കെട്ടി എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് പ്രസംഗിച്ചന്മാരെല്ലാം പറഞ്ഞത് എന്താണ്? പെങ്ങളെക്കെട്ടി എന്നാണ്. ഇവിടുത്തെ ഏതൊരു പെന്തക്കോസ്ത് പാസ്റ്ററെ എടുത്താലും പെങ്ങളെക്കെട്ടി എന്നേ പഠിപ്പിക്കത്തുള്ളൂ. ഇത് പെങ്ങളെ കെട്ടുന്ന പുസ്തകമല്ലത്. പറഞ്ഞ മനസ്സിലാക്ക്. ഈ എടോ പറയട്ടെ, ഞാൻ പറഞ്ഞിട്ട് വിഷയമാണ് അത് വിഷയമാണ്. അത് വിഷയമാണ്, വിഷയമാണ്, ചർച്ചാ വിഷയമല്ല. അത് നമ്മളെ ഈ മനുഷ്യരുടെ പരിണാമത്തിൽ തന്നെ പല വിധത്തിലുള്ള മനുഷ്യവർഗം ഉണ്ട്. അത് ഇപ്പോഴത്തെ ഈ മനുഷ്യവർഗം എന്ന് പറയുന്ന ഈ ഹോമോസാപ്പിയൻസിന്റെ 3 ലക്ഷം വർഷം പഴക്കമുള്ള അസ്ഥികൂടം, പൂർണ്ണമായ അസ്ഥികൂടം അല്ല, അതിന്റെ ഫോസില് കിട്ടിയിട്ടുണ്ട്. അപ്പൊ മിനിമം 3 ലക്ഷം വർഷം മുമ്പ് ഈ മനുഷ്യവർഗം ഉണ്ട് എന്നിവിടെ സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അന്നൊരു 6000 വർഷം മുമ്പ് മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറയുന്നത് സ്കൂളിൽ പോകാത്ത ആളുകൾക്കൊക്കെ അങ്ങനെ പറയാം. അത് ആ മനുഷ്യന്റെ ഈ രക്ഷാകര ചരിത്രത്തെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ പല ബിഗിനിങ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അബ്രഹാമിന്റെ ബിഗിനിങ്ങിന് മുമ്പുള്ള ഒരു ബിഗിനിങ് ആയിട്ട് നോഹയുടെ ബിഗിനിങ് ഉണ്ട്. അതിന് പുറകിലുള്ള ഒരു ബിഗിനിങ്ങോടുകൂടെ അതിനപ്പുറത്തേക്ക് എഴുതാൻ പറ്റാത്തതുകൊണ്ട് ആദമിക് ബിഗിനിങ് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. അവിടെ തൊട്ടാണ് ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. ആധുനിക മനുഷ്യന്റെയും ചരിത്രവും കാര്യമൊക്കെ ഈ പറഞ്ഞ ഒരു 6000 വർഷത്തിനപ്പുറത്ത് മനുഷ്യനും ഒരു ചരിത്രവും ഒന്നും തന്നെ പറയാനില്ല. അപ്പൊ അവിടെ മതവും സെക്കുലർ ലോകവും ഒരുമിക്കുകയാണ്. ഇപ്പൊ ഇവിടുത്തെ കർക്കശക്കാരായ നാസ്തികർക്കും അതിനു മുമ്പത്തെ വലിയ ചരിത്രമൊന്നും പറയാനില്ല. അപ്പൊ മനുഷ്യന്റെ ഒരു ഇപ്പോഴത്തെ ചരിത്രം അറിയുന്ന ഒരു ചരിത്രമാണ്. അതിന്റെ അങ്ങേറ്റത്തുള്ള ഒരു പോയിന്റ് ആയിട്ട് 6000 വർഷം മുഹൂർത്തിന്ന് തുടങ്ങിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ അതിന്റെ അർത്ഥം അതിന് പുറകെ മനുഷ്യനില്ലെന്നല്ല, അതിന് പുറകെ മനുഷ്യനുണ്ട്.